ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. മക്കളെ, നാളത്തെ പരീക്ഷ പേപ്പറിൽ 100% ഉറപ്പുള്ള ഒരു ഡെറിവേഷൻ ആണ് ഏതാ നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ, ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, ഈ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ v ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്നുള്ളത് ഡിറൈവ് ചെയ്യും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ സാർ, വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം, നോക്കട്ടോ. ആദ്യത്തെ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കടാ. എ ഈക്വൽ നമുക്ക് അറിയാം എന്ത്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുത്തു, അത് സ്ലോപ്പ് കാണാണ്. സ്ലോപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ സ്ലോപ്പ് കാണാൻ നമ്മള് സ്ലോപ്പ് എങ്ങനെ കാണാം, സ്ലോപ്പ് കാണാൻ ഇങ്ങനെ ഇതാ വി മൈനസ് യു എടുത്ത് താഴെ ടി അല്ലെ, വി മൈനസ് യു ബൈ ടി തരും. എടാ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നമുക്കറിയാം. അപ്പൊ ആക്സിലറേഷൻ എ ഈക്വൽ ടു എന്ത് ചെയ്തിടാ, വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഒരു കുഴപ്പമില്ല. എടാ ഞാൻ ഇക്വേഷന്റെ പുറത്തേക്ക് ടീനെ കൊണ്ടുവന്നു. അപ്പൊ എ ടി ഈക്വൽ ടു എന്ത് വരും, വി മൈനസ് ടു വരും. കുഴപ്പമുണ്ടോ? എ ടി ഈക്വൽ ടു വി മൈനസ് ടു, അതിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി എനിക്ക് കിട്ടേണ്ട വീനല്ലേ, ഞാൻ വീൻ ഇവിടെ വെച്ചു. എടാ മൈനസ് യു ഇക്വേഷൻ അപ്പൊ വരുമ്പോൾ പ്ലസ് യു ആവും. വി ഈക്വൽ ടു എന്ത് കിട്ടിയടാ, യു പ്ലസ് എ ടി. ഒന്നാമത്തെ ഇക്വേഷൻ ആയോ സെറ്റ്. എടാ ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോവാം. രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരുമ്പോ നോക്കടാ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫില് ഏരിയ കാണുക. ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ സ്ലോപ്പ് കാണണം, സ്ലോപ്പ് കണ്ട ആക്സലറേഷൻ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് കിട്ടണം. ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഏരിയ കാണാൻ വേണ്ടി, ഏരിയ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇതൊരു ട്രിപ്പീസിയം ആണല്ലോ അല്ലെ മക്കളെ, ഇതെന്താണ്, ഒരു ട്രിപ്പീസിയമാണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്തത്, ഇതൊരു ട്രിപ്പീസിയം. ട്രിപ്പീസിയം ഒക്കെ അറിയാലോ, ട്രിപ്പീസിയത്തിന്റെ ഇക്വേഷൻ ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതിലേക്ക് അത് എളുപ്പമാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, അതിനെ രണ്ടെണ്ണാക്കി ഒരു റെക്റ്റാങ്കിളും അതുപോലെ തന്നെ എന്തു ആക്കാം, ഒരു ട്രയാങ്കിളും ആക്കി മാറ്റാം. ഇപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഏരിയ ഓഫ് ട്രയാങ്കിളും. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെ കാണാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയുടെ, ടൈം, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ യു ആണ്, ഇപ്പൊ യു ടി എന്ന് വരും. പ്ലസ് എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാം, ഹാഫ് ഇൻറ്റു ബി എച്ച്. ഹാഫ് എഴുതി, ബി എന്ന് പറഞ്ഞാൽ ഏതാ, ബേസ്. ബേസ് എത്രയുടെ, ടി ആണ്, ടി എഴുതി. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഹൈറ്റ് എത്രയുടെ, വി മൈനസ് യു ആണ്, വി മൈനസ് യു ഇൻറ്റു ടി. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ യു ടി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താടാ, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി മൈനസ് യു പറഞ്ഞാൽ എന്താണ്, എ ടി. വി മൈനസ് യു പറഞ്ഞാൽ എ ടി ആണ്. ഈ വി മൈനസ് യുന് പകരം ഞാൻ എന്ത് കൊടുത്തു, എ ടി. അപ്പൊ നോക്കടാ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി ഇൻറ്റു ടി. അപ്പൊ ടി ഇൻറ്റു ടി ആകുമ്പോൾ ടി സ്ക്വയർ ആയി. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. മൂന്നാമത്തെ ഇക്വേഷൻ ഇതാട്ടോ എക്സാമിന് ചോദിക്കുക, ഏതാ, രണ്ടാമത്തെ ഇക്വേഷൻ ആട്ടോ. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കടാ, നമുക്കറിയാം മൂന്നാമത്തെ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. നമ്മൾ അതിനെ സ്ക്വയർ ചെയ്താൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു യു എ ടി. അതായത് ഞാൻ എന്ത് ചെയ്തടാ, യു പ്ലസ് എ ടിനെ എന്തെടുത്തു, എ പ്ലസ് യു പ്ലസ് എ ടി ഞാൻ എന്ത് ചെയ്തു, യു പ്ലസ് എ ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന് ഈക്വൽ ആക്കി എടുത്തു, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. അതുപോലെ തന്നെ എ സ്ക്വയർ പറഞ്ഞാൽ യു സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ടിയുടെ സ്ക്വയർ, അതുപോലെ ഉണ്ട്. ഓക്കെ, ടു എ ടി, ടു യു എ ടി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തോടാ, ബി സ്ക്വയർ ഇങ്ങോട്ട് എഴുതി, യു സ്ക്വയർ ഇങ്ങോട്ട് എഴുതി. ഇവിടെ ടു എ ടി ഉണ്ട്, ഇവിടെ എ ടി സ്ക്വയർ ഉണ്ട്. എന്താണ്, ടു എ ടി ഉണ്ട് പ്ലസ് എ സ്ക്വയർ ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി അതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർ പുറത്തെടുക്കാം. ഇവിടെ എ ടി ഉണ്ട്, ഇവിടെ എ ടി ഉണ്ട്. ഞാൻ എന്ത് ചെയ്താ, കോമൺ ആയിട്ട് ടു എനെ ഞാൻ പുറത്തോട്ട് എടുത്തു. എന്ത് ചെയ്താണ്, ടു എനെ ഞാൻ പുറത്തോട്ട് എടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തോടാ, ഇവിടെ ടു ഉണ്ടോ ഇല്ല, അപ്പൊ ഇവിടെ ഹാഫ് മുന്നിലേക്ക് വന്നു, ഹാഫ് മുന്നിലേക്ക് വന്നു. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ ഇൻറ്റു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയും. ഇവിടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എസ് ആണ്. അപ്പൊ എന്ത് കിട്ടിയ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ വൃത്തിക്ക് പഠിച്ചാൽ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇത് ചോദിക്കും, വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത ഡെറിവേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.